ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഇന്നലെയും കൂടി ആരോ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുമൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് നോക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആരൊക്കെയാണത് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും കൂടി ആരോ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് എപ്പോഴാണോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അവരുടെ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ദുർഘടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വീൽ വന്നതുകൊണ്ട് തന്നെ മേ ബി അവരുടെ ഒരു പാസ്റ്റ് ടൈമിൽ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ കുറച്ച് മെച്ചമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രോഗ്രസ്സോ, അല്ലെങ്കിൽ അവരുടെ കരിയറോ ഫാമിലി ലൈഫിലോ എവിടെയാണെന്നുണ്ടെങ്കിലും കുറച്ച് മെച്ചമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ആഗ്രഹിച്ച മട്ടിലുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് മാറി നിന്നത് എന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമല്ല. എങ്കിൽ കൂടിയും നമ്മൾ നോക്കുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഊഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നീതി പുലർത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഇവർ പെരുമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരൊരു കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയി ചെന്ന് പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വൈഫ് ആവാം, അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അത്രയും വാല്യുബിളായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചതിച്ചിട്ടാണ് ആ ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് അവർ ചെന്ന് കയറിയിട്ടുള്ളത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒട്ടും സന്തോഷകരമല്ലാത്ത, അല്ലെങ്കിൽ അത്രയേറെ ഒരു മറ്റൊരു വ്യക്തിയുടെ അണ്ടറിൽ നിൽക്കുന്നൊരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ പർപ്പസ്ഫുള്ളി ഇവരിൽ അടിച്ചേൽപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് സഫർ ചെയ്യാൻ സാധിക്കാത്ത അത്രയും, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ സാധിക്കാത്ത അത്രയും ഒരു ഭാരം ഈ ഒരു പേഴ്സൺ ചുമക്കുന്നു. അത് പല കാര്യങ്ങളിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നദി പോലെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒഴുകിപ്പോകുന്ന പോലെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ പോകാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചില സമയത്ത് ഈ പറയുന്ന ഡൗൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിലക്ക് വാങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, ചിലപ്പോൾ നമ്മളുടെ അത്യാഗ്രഹം കൊണ്ടൊക്കെ നമ്മളായിട്ട് തന്നെ സ്വയം വരുത്തി വെച്ചതായിരിക്കാം ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുന്നത്, മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാവുന്ന ഒരു മോശമായിട്ടുള്ള അവസ്ഥ ചിലപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിയതായിരിക്കാം. ചിലത് നമ്മളെ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ചിലവരെ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങളല്ല, അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില റിലേഷൻഷിപ്പ് എടുത്ത് തലയിൽ വയ്ക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തേണ്ടതിന് പകരം നമ്മളുടെ ആരൊക്കെയോ ആക്കി മാറ്റുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമ്മൾ തന്നെ വിഷമിക്കുന്നു, നമ്മൾ തന്നെ അവരെ ആരെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നു. എല്ലാം അതിൻ്റെ ഒരു പങ്കെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥയിലും നമുക്കിങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഇവർ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ദുർഘടമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഈ ഒരു പേഴ്സൺ ചോദിച്ച് വാങ്ങിയ രീതിയിലാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവൃത്തി ദോഷം കൊണ്ട് വന്നു ചേർന്നതാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരാൽ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടേതായിട്ടുള്ളൊരു പങ്കും കൂടിയുണ്ട്. കാരണം നമ്മൾ ആ ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് വിശ്വസിച്ച് പോയി, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ സ്ഥാനം നമ്മുടെ ലൈഫിൽ നമ്മൾ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ ചതിക്കപ്പെട്ടു പോയത്. നമ്മളൊരിക്കലും അത് അത്രത്തോളം പ്രാധാന്യം അവർക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ അത്രത്തോളം അവരെ നമ്മളെ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതവും അത്രത്തോളം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ അവരനുഭവിക്കേണ്ടുന്ന ഒരു സൈക്കിളാണിത്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും പല പല വ്യക്തികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, പല വ്യക്തികൾ വന്നു പോയിട്ടുണ്ടാവാം. ഇപ്പം നമ്മുടെ ബാല്യകാലമാണ്, അല്ലെങ്കിൽ കൗമാരകാലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ടാവുന്നത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പമാണ്. ചിലവർ നേരത്തെ മാരേജ് ചെയ്ത് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണറുടെ ഒപ്പമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മക്കളോടൊപ്പമാണ്. ഇനി ഇതല്ലെങ്കിലും ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഇടക്കാലത്ത് വെച്ച് മറ്റേതെങ്കിലും വ്യക്തികൾ കയറി വരും. ചിലപ്പോൾ ഒരു ആഫ്റ്റർ മാരേജിൽ ചിലവരുടെ ലൈഫിൽ ആയിരിക്കും ആരെങ്കിലും കയറി വരിക. ചിലപ്പോൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് നാളുകൾക്ക് ശേഷം അന്വേഷിച്ച് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെയും സൈക്കിളിനകത്ത് പല പല വ്യക്തികൾ കയറി വരിക, അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുക. ഈ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിപ്പോൾ ചിലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പെയിൻ, ഇമോഷൻസ്, ഇതെല്ലാം നിങ്ങളോടൊപ്പമല്ല അവർ ചിലവഴിക്കേണ്ടത്, തീർത്തും മറ്റൊരു വ്യക്തിയോടൊപ്പം തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചെന്നപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അധികം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ നടന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ അടിച്ചു പൊളിച്ച് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോരുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വേറൊരാളത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ വാച്ച് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു എന്താ പറയുന്ന ഒരു ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം നമുക്കൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും മറ്റൊരു വ്യക്തി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു ടെൻഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അസഹിഷ്ണുത കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രവർത്തികൾക്കുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കർമാസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പേഴ്സൺ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ ഇന്ന് ആ ഒരു വ്യക്തിയാൽ അവർ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വിചാരിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ ഇവരെന്താണ് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ധരിച്ചിരുന്നത് അങ്ങനെയല്ല അവർ, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ ഇവർ വളരെ ട്രസ്റ്റ്ഫുള്ളായിട്ട് കണ്ടൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് കാലക്രമേണ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരുപാട് ദുഃഖമുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ഡെയിലി ഈ ഒരു പേഴ്സൺ എന്തിൻ്റെങ്കിലും പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചീറ്റ് ചെയ്യുന്നതിൻ്റെ വേദന എന്താണ്, നമ്മൾ മറ്റൊരാളെ ചതിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്തോരം വിഷമിക്കും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു നിരാശ, അല്ലെങ്കിൽ അത്രത്തോളം ദുഃഖം ഇവർക്ക് ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ത് പറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് വലുതായിട്ടുള്ളൊരു നോളേജ് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും നിഗൂഢമായിരിക്കും, ഹൈഡിങ് ആണ്. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാൽ അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും പറയാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആൻസറും തരാതെ നിങ്ങളിൽ നിന്ന് വാനിഷായി പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ചിലപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവില്ല.
കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ, അങ്ങനെ പോയിട്ടുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടാണ് പോയതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മിസ്റ്ററി തീർച്ചയായിട്ടും വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ പറയാറില്ലേ, സത്യം ഒരുപാട് നാൾ നമുക്ക് മൂടി വയ്ക്കാനായിട്ട് സാധിക്കില്ല, എന്നെങ്കിലും അത് പുറത്ത് വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണോ ചെയ്തത് അത് അവരാൽ തന്നെ നിങ്ങളോട് പറയേണ്ടുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് മോശ സ്വഭാവമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവർ കംപ്ലീറ്റ്ലി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവർ പല കാര്യങ്ങളും, ഇമോഷൻസിൻ്റെ വാല്യൂ എന്താണ്, മറ്റുള്ളവർക്ക് ഹാർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന പെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരു പരിധി വരെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ ഇപ്പോൾ ആരുടെ ഒപ്പമാണോ അവരുള്ളത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിന്നാണോ അവർക്ക് ഇങ്ങനെയുള്ള ആ ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ എൻഡാവാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എൻഡാവാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓരോ സൈക്കിൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ പലരും വന്നും പോകുന്നു ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് എല്ലാവരുടെ ലൈഫിൽ ഒരേപോലെ ആവണമെന്നില്ല, പലരുടെ ലൈഫിൽ പല പല രീതിയിലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എൻഡ് ആവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതും ആ ഒരു ടവർ സിറ്റുവേഷന് ശേഷമാണത് വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോഴുള്ള അവരുടെ ആ ഒരു ലൈഫിലാണ്. ആ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷന് ശേഷം അവർ തീർച്ചയായിട്ടും വന്നു ചേരുന്നത് നിങ്ങളുടെ അടുത്താണ്. അതായത് എന്തോരം ചോയ്സസ് ലൈഫിൽ വന്നു കഴിഞ്ഞാലും ഒരേ ഒരു ചോയ്സേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് നിങ്ങളോടൊപ്പമാണ്. യഥാർത്ഥ ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങളോടൊപ്പമാണ് ചിലവഴിക്കേണ്ടത് എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചില റീഡിങ്സിൻ്റെ താഴെ കമൻസ് വരാറുണ്ട്. ചില വ്യക്തികൾ എഴുതാറുണ്ട് അവരെല്ലാം മനസ്സിലാക്കിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ എല്ലാം പഠിച്ചു വരുന്ന ഒരു വ്യക്തിയെ തന്നെ മതി എനിക്ക്, പഴയതുപോലെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ പേഴ്സൺസ് ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ഒരു മാറ്റം സംഭവിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അവരെ മാറ്റിയെടുത്ത വ്യക്തികളാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് അവരുടെ എല്ലാ വശങ്ങളും, അതിപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും വിശ്വസിച്ച വ്യക്തി, അല്ലെങ്കിൽ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചൊരു വ്യക്തി ചതിച്ച് ആ ഒരു പെയിൻ എന്താണെന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പേഴ്സണെയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സണാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ നിങ്ങൾക്കിടയിലായിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനായിട്ട് വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർത്തിട്ട് പോയ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോഹിച്ച് അവരുടെ ലൈഫിൽ വന്ന ഒരാളായിരിക്കാം. ഈവൻ ഇപ്പോൾ അവരുടെ ഒരു ഫാമിലി മെമ്പർ ആണെങ്കിൽ കൂടിയും അത്രത്തോളം ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കാം അവർ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കാര്യം മുൻനിർത്തിയായിരിക്കാം ഈ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത് എന്നവർ ചിന്തിക്കുന്നത്. അല്ലാതെ അവർക്ക് അവിടെ കൂടുതലായിട്ടുള്ളൊരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുള്ളൊരു ഭാവം കൊണ്ടല്ല അവർ നിങ്ങളുടെ പേഴ്സണ് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഇത്രയും സഫർ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഏറ്റുപറയണം, അല്ലെങ്കിൽ എന്ത് നിഗൂഢതയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് അതെല്ലാം നിങ്ങളോട് വെളിപ്പെടുത്തണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും മാറ്റിയെടുത്ത് അല്ലെങ്കിൽ അവരെ പുതിയൊരു വ്യക്തിയാക്കി എടുത്തത് അവരുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു മാറ്റം വന്നത്, അല്ലാതെ വെറുതെ വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസിനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പറയാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ എന്നുള്ളൊരു രീതിയിൽ അവർ നിങ്ങളെ ഒരുപാട് മോഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫുൾ കാർഡ് പോലെ ഫ്രം ദ വെരി ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ എല്ലാ തെറ്റുകളും മായ്ച്ചു കളഞ്ഞ് പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു പേഴ്സണ് മാപ്പ് കൊടുക്കണോ, അവരെ വീണ്ടും ലൈഫിലേക്ക് സ്വീകരിക്കണോ, അതെല്ലാം നിങ്ങളുടെ മാത്രം ചോയ്സസ് ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ട് വരണമെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു നമ്മളിവിടെ കണ്ട ആ ഒരു ഡിസ്ട്രക്ഷൻ പോലെ അവരുടെ ലൈഫിൽ ആ ഒരു ടവർ സിറ്റുവേഷൻ വന്നവർ മാറി വരണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവിടെ മനമടുത്ത ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവർക്കവിടെ ഒട്ടും താല്പര്യമില്ലാതെ
നിന്ന് പോയിരുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവർക്ക് തിരിച്ച് വരാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാനായിട്ട് എത്ര പേർക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ വന്നാൽ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അവരെ വീണ്ടും കൂടെ കൂട്ടാൻ തയ്യാറാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം എത്ര പേർക്ക് ആ ഒരു ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു മാപ്പ് കൊടുക്കാനായിട്ട് കഴിയും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പെർമനൻറ്റ് റീയൂണിയനാണ്. ഒരിക്കലും അവർ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയല്ല. കാരണം ഇവിടെ നമുക്ക് ആ വന്നിരിക്കുന്ന ഒരു വിക്ടറി പോലെ തന്നെ ഒരു പെർമനൻറ്റ് റീയൂണിയനായിട്ട് അവർ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വന്നു അല്ലെങ്കിൽ ഇനിയും ഒന്ന് ചീറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് മാറിപ്പോകുന്ന ഒരു എനർജി ആയിട്ടല്ല വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ ഇത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേരണമെന്നും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ഡിവൈൻ ടൈം അനുസരിച്ച് ഇവർ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പലർക്കും പല സമയത്തായിരിക്കാം. ചിലപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ഡിവൈൻ ടൈം അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കാം, ഒരു മാസത്തിനുള്ളിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആ ഒരു റീകൺസിലിയേഷൻ പോസിബിലിറ്റി ഉള്ള ഒരു റീഡിങ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു എനർജിക്കായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്തെടുക്കുക, നിങ്ങളുടെ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് അവർ തിരികെ വരാനായിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നിങ്ങളുടെ തന്നെയാണോ എന്നുള്ളത്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല, ചീറ്റ് ചെയ്ത് പോയ ആൾക്കാരുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീറ്റ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ആ ഒരു റെസനേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.